മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി മണമുള്ള വയറിലാവാൻ സമ്മതിക്കില്ലേ? അളി ഒന്നതാണ് ഒരു അർജന്റ്. അളി എൻ്റെ കാമുകയെ എൻ്റെ അടുത്ത് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ചെറിഞ്ഞോണ്ട് പോയ അളിയാ. അതിന് എന്നെ എന്തിനാടാ വിളിച്ചോണ്ട് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? അല്ല, അളിയൻ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഒരു എൻസൈക്ലോപീഡിയ ആണല്ലോ. സോ ദാറ്റ്സ് വൈ. അതൊക്കെ എടാ, ഇത് ചില പെമ്പിള്ളേർക്ക് ഈ മൂഡ് സിങ്സ് കാരണം വരാൻ ചാൻസ് ഉണ്ട്. മൂഡ് സിങ്സ് അല്ല, അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ആ സിറ്റുവേഷൻ നീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. സോറി ഫോർ ദ ലേറ്റ് കമ്മിങ്. നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? ചായ ഇഷ്ടമല്ല, ഐ ഫോർഗോട്ട് ദാറ്റ്. എന്നാ യുവർ ഫേവറേറ്റ് പ്രൊമോഗ്രാനൈറ്റ് വിത്ത് ഓറിയോ ഷേക്ക് വിത്ത് പാസ്ത കഴിച്ചാലോ? അങ്ങനെ മിണ്ടാതാണ് പോയെങ്കിൽ അയ്യാ ഹെൽപ്ലെസ് അളിയാ. അങ്ങനെ പറയല്ലേ അളിയാ. ആ കുട്ടിക്ക് എന്തോ വിഷമം ഉണ്ടായിട്ടുണ്ട് ചേട്ടാ. എന്ത് വിഷമം? ചേട്ടൻ പോലും അറിയാതെ ചേട്ടന്റെ പ്രവൃത്തിയിൽ ആ കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ വിഷമമാണ് ആ കുട്ടി ദേഷ്യമായി പ്രകടിപ്പിച്ചത്. എന്റെ എന്ത് പ്രവൃത്തി? അതെനിക്കറിയില്ല ചേട്ടാ. ഐ, ഇതിനിപ്പോ എന്താ ഒരു പ്രതിവിധി ബായ്തിരുമേനി? പരിഹാരം ചേട്ടന്റെ ഏത് പ്രവൃത്തിയിലാണോ ആ കുട്ടിക്ക് വിഷമമായത് ആ പ്രവൃത്തി കണ്ടുപിടിച്ച് സോറി പറഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഇവിടെ ഉള്ളൂ. നീ നിന്റെ എക്സിന്റെ ബർത്ത്ഡേക്ക് അവളെ ഫോട്ടോ സ്റ്റോറി ഇട്ടില്ലേ? ഇനി അതായിരിക്കും. പിന്നെ അതിൽ ദേഷ്യം വരാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. പോരാതെ തന്നെ അവളെ സിംഗിൾ ഫോട്ടോയില്ലേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടത്. നീ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ എക്സിന്റെ ബർത്ത്ഡേക്ക് ഇട്ട സ്റ്റാറ്റസും നിന്റെ കാമുകിയുടെ ബർത്ത്ഡേക്ക് ഇട്ട സ്റ്റാറ്റസും എനിക്ക് സെൻഡ് ചെയ്യും. യെസ്, കിട്ടി. എന്തോന്ന്? എടാ, നീ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തത് വെറും 30 വേർഡ്സ്. എന്നാൽ നിന്റെ എക്സിന്റെ ബർത്ത്ഡേക്ക് നീ വിഷ് ചെയ്തത് 50 വേർഡ്സ്. 2 വിഷസും തമ്മിൽ 20 വേർഡ്സിന്റെ വ്യത്യാസം. ഈ 20 വേർഡ്സ് ഇതാണ് നിന്റെ ഗേൾ ഫ്രണ്ടിനെ ട്രിഗർ ചെയ്തത്. മോനെ, നിന്റെ ഗേൾ ഫ്രണ്ട് വെറും ഒരു സൈക്കോ ആണ്. ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം. എത്രയും പെട്ടെന്ന് അവളെ വിട്ടോ. അതിനിടയ്ക്ക് അവൻ വിട്ടാ. സൂര്യ, തെറ്റെൻ്റെ ഭാഗത്താണ്. 20 വേർഡ്സ് ഞാൻ കൂടുതൽ ടൈപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് എന്തുമാത്രം വിഷമായി നിനക്കറിയോ? എൻ്റെ ജീവിതമേ ഞാൻ വെറുത്തുപോയി. ഞാൻ ഒരു സത്യം പറയട്ടെ, എന്നെ ChatGPT ചതിച്ചതാ. നിന്റെ ഈ പിണക്കം മാറണേ, നമുക്കൊരു ക്യാൻഡിൽ ഡിന്നറിന് പോയല്ലോ? പക്ഷെ ഒരു കണ്ടീഷൻ, ഇനി ആരെ ബർത്ത്ഡേ വന്നാലും ഒറ്റ സെന്റൻസിൽ ഹാപ്പി ബർത്ത്ഡേ എൻ്റെ തീർമ്പോൾ മാത്രം എസ് എഴുതണം കേട്ടോ. എത്ര മാർക്കിന് എഴുതണം? ഒരു 20 മാർക്കിന് എഴുതിക്കോ. ഇൻസ്റ്റ തികയോ എന്തോ?